ഹായ്, ബിസ് എന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊന്നുമല്ല. പക്ഷേ റിട്ടയർമെന്റ് അല്ലെ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു 3 പോയിന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലാണ്. ഓക്കെ, സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറയുന്നത് നമുക്ക് തനിയെ ഗ്രാജുവലി ത്രൂ ഇയേഴ്സ് ഡെവലപ്പ് ആയി വരുന്ന ഗുഡ് വില്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഗുഡ് വില്ലിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്കിത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പർച്ചേസ് ചെയ്ത ഗുഡ് വില്ല് മാത്രമേ നമുക്ക് എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ റിട്ടയർമെന്റ് അല്ലെ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പാർട്ട്ണർ റിട്ടയർ ആയി പോവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കുന്ന ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ത്രൂ കാണിക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഗുഡ് വില്ല് കാണിക്കുന്നത് ത്രൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ത്രൂ ആയിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ജേർണൽ എൻട്രിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ടാണ് അങ്ങനെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ത്രൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ശ്രദ്ധിക്കുക എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതെന്നുള്ളത്. ഓക്കെ, കാരണം എന്താണ്, സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലാണ്. നമ്മൾ അഡ്മിഷന്റെ കേസിൽ വരുമ്പോൾ എന്താണ്, പർച്ചേസ് ഗുഡ് വിൽ ആണ്. അതുകൊണ്ട് നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ട് എന്നുള്ള രീതിയിലും പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്. ഇത് ഓൾറെഡി അഡ്മിഷനിൽ നിങ്ങൾ കണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ഓർമ്മ പുതുക്കി എടുക്കാം. എന്താണ്, ഓൾറെഡി ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ഗുഡ് വില്ല് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്താ ചെയ്യുക, ആദ്യം അത് റൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. വാല്യൂ ഡെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അല്ല എടുക്കേണ്ടത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇത്ര ഗുഡ് വിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ കാണുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, അത് റൈറ്റ് ഓഫ് ചെയ്യാന്നുള്ളതാണ്. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നാണ് നമ്മളത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ റിട്ടയർ ആവുന്നയോ മരണം സംഭവിച്ച പാർട്ട്ണറിന്റെ ഉൾപ്പെടെയുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും. രണ്ടാമത്തത് ഏത് റേഷ്യോയിലാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്, ഓൾഡ് റേഷ്യോയിലാണ്. ഗെയിനിങ് റേഷ്യോ ന്യൂ റേഷ്യോ ഒന്നും അല്ല, ഓൾഡ് റേഷ്യോയിലാണ് അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിച്ചോണം, മറന്നു പോകരുത്. മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റ് ഓർത്തിരിക്കേണ്ടത് ഹിഡൻ ഗുഡ് വില്ലാണ്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നേക്കുവാണ് ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവാണ്. അപ്പൊ റിട്ടയർ ആവുന്ന പാർട്ട്ണർക്കും ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്തു ഒരു 1,50,000 ലംസം എമൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്തു. ഓക്കെ, ഡിസൈഡ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറിന് അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റീസൺ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് അവർക്ക് കൊടുത്തയക്കേണ്ടത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ആകെപ്പാടെ 1,00,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ ആർക്ക്, ഈ പറയുന്ന റിട്ടയർ ആയതോ അല്ലെങ്കിൽ മരിച്ചുപോയ പാർട്ട്ണറിനോ കൊടുക്കാനുള്ളത്. പക്ഷെ ലംസം എമൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര കൊടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, 1,50,000 ആണ്. പക്ഷെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയപ്പോൾ ആകെപ്പാടെ 1,00,000 റുപ്പീസേ കൊടുക്കാനുള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 50,000 റുപ്പീസ് എക്സ്ട്രാ ആണ്. ഈ എക്സ്ട്രാ ഉള്ള 50,000 റുപ്പീസ് ആണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിഡൻ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും 1 മാർക്കിനും 2 മാർക്കിനും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും കൊടുത്തത്, ലംസം എമൗണ്ട് എന്ന് പറഞ്ഞ് ഇത്ര കൊടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. പക്ഷെ റിട്ടയർ ആവുന്ന പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയപ്പോൾ ഇത്ര എമൗണ്ട് ആയിരുന്നു. അപ്പൊ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്ന എമൗണ്ട് ആണ് എന്ത്, ഹിഡൻ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഗുഡ് വില്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല വൃത്തിയായിട്ടൊക്കെ പഠിച്ചിട്ട് പോവാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.